യൗപ്പുദിയക്കനോ സ്ഥാനം പ്രാപിക്കാൻ മുട്ടുകുത്തി നിൽക്കേണ്ട ആവശ്യമില്ല, നിന്നാൽ മതിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഒരു സമർപ്പണത്തിൻ്റെ ഭാഗം ആയിട്ടാണ് മുട്ടുകുത്തി നിൽക്കുന്നത്. പട്ടംകൊടയിൽ മുട്ടുകുത്തിന് ചില അർത്ഥങ്ങളുണ്ട്, ഒന്ന് ഓർപ്പിക്കുകയാണ്. പൂർണ്ണ ശമ്മാശ പട്ടം ഏൽക്കുമ്പോൾ ഒരു ദാനം, ഒരു നൽവരം ലഭിക്കുന്നു എന്നുള്ളതിനെ സൂചിപ്പിച്ച് ഒരു മുട്ട് കുത്തിയും, വൈദിക സ്ഥാനം പ്രാപിക്കുമ്പോൾ ഇരുമുട്ടുകളും കുത്തിയും നിൽക്കണം എന്ന് പട്ടംകൊട പുസ്തകത്തിൽ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ താഴെ യൗപ്പുദിയക്കനോ കോറൂയോ സമറോനോ മെമ്മിയോനോ മഹൈമിനോ തുടങ്ങിയ സ്ഥാനങ്ങൾ അതിനെ പ്രത്യേകിച്ച് മുട്ടുകുത്തുവാൻ, കാരണം അവർക്ക് നൽവരങ്ങൾ ആ വിധത്തിൽ ലഭിക്കുന്നില്ല, കൈവെപ്പുകളാണ് ലഭിക്കുന്നത്. അത് പട്ടംകൊടയുടെ തുടർ ശുശ്രൂഷകളിലും കാണാം. ക്രൊയ്ത്തുദ്രുഹോയുടെ കയ്യാവസിപ്പ് പ്രാർത്ഥനയും ശിരസിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ നൽവര പൂർത്തീകരണത്തിൻ്റെ പ്രാർത്ഥനയും നടത്തുന്നത് ശംശോനോ കശീശോ എന്നീ സ്ഥാനികൾക്കാണ്. പിന്നെ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് മറ്റുള്ളവർക്ക് ഒരു പ്രാർത്ഥന ചൊല്ലി രഹസ്യങ്ങളുടെ വക്കുകളിൽ നിന്ന് ആ അനുഗ്രഹം, നൽവനം കോരിയെടുത്തെന്നല്ല, അനുഗ്രഹം എടുത്ത് മുഖത്ത് അത് വയ്ക്കുകയും നെറ്റിയിൽ പിടിച്ച് രഹസ്യ പ്രാർത്ഥന ചൊല്ലുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ക്രമം. സാന്ദർഭികമായി ഇത് ഓർപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരിക്കുകയും ചെയ്യാം, മുട്ടിൽ നിന്ന് വിഷമിക്കുന്നുണ്ടെങ്കിൽ ഇരിക്കുകയും ചെയ്യാം, കുഴപ്പമില്ല. ഇന്നലെ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, ഒന്നാം പട്ടം എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള എല്ലാവരും ഒന്നാം പട്ടം എടുത്തിട്ടുള്ളവരാണ്. മാമോദീസ സ്വീകരിച്ചവരല്ല. അവരെ സിംഗുലറായിട്ട് മഹൈമ്നോ എന്ന് പറഞ്ഞാൽ വിശ്വാസി എന്നാണ്. അതിൻ്റെ പ്ലൂറലാണ് മഹൈമ്നെ, വിശ്വാസ സമൂഹം. സഭയെ വിളിക്കുന്ന പേര് വിശ്വാസ സമൂഹം എന്നാണ്. പിന്നെ നമ്മുടെ സെക്കുലർ വേൾഡിൽ നമ്മൾ അൽമായക്കാരെന്നൊക്കെ പറയും, കുഴപ്പമില്ല. ഒൽമോയർ എന്ന് പറഞ്ഞാൽ സെക്കുലർ എന്ന് പറഞ്ഞാൽ പ്രീറ്റ്സ് ആൻഡ് സെക്കുലർ പീപ്പിൾ എന്നുള്ള അർത്ഥത്തിലാണ്. അതങ്ങനെ പറഞ്ഞുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷെ പള്ളിക്കകത്ത് നിങ്ങളുടെ പേര് വിശ്വാസികൾ എന്നാണ്, മഹൈമിനി. രണ്ടാമത്തെ സ്ഥാനം മെമ്യോനെ എന്ന സ്ഥാനമാണ്. മെമ്യോനെ എന്നാൽ നിയമപാലകർ, നോമോസ്, നിയമം ആ പദത്തിൽ നിന്നാണ്. നമ്മുടെ പള്ളിയിലെ അഷേഴ്സ് ഗ്രൂപ്പ്, ചർച്ച് വളണ്ടിയേഴ്സ്, ട്രസ്റ്റി, സെക്രട്ടറി, കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ തന്നെ പള്ളിമൂപ്പൻ, പള്ളിക്ക് വേണ്ടി ചെറുതോ വലുതോ ആയി പ്രവർത്തിക്കുന്നവർക്ക് അത് പ്രവർത്തിക്കുവാനുള്ള അവകാശം പള്ളിയോഗം അവരെ അതിനുവേണ്ടി ചുമതല തിരഞ്ഞെടുക്കുമ്പോൾ വൈദികർ അവരുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അവർക്ക് നൽകും. അത് പീരിയോഡിക്കലാണ്. ഒരു കാലഘട്ടം കഴിയുമ്പം ട്രസ്റ്റിയായിട്ട് ഈ കൊല്ലം തിരഞ്ഞെടുത്ത് അടുത്ത കൊല്ലം തിരഞ്ഞെടുത്തില്ലെങ്കിൽ ആ സ്ഥാനം പോയി അടുത്ത ആളെ അത് ഏൽപ്പിക്കുന്നു. അങ്ങനെയാണ് മെമ്യോനോ അഥവാ മെമ്യോനെ എന്ന നിയമപാലകരുടെ സ്ഥാനം. മൂന്നാമത്തേത് സമറോനോ, പാട്ടുകാരാണ്. കോറൂയോ, പ്രസംഗകരാണ്. രണ്ടും ഇന്നലെ ഞാൻ പറഞ്ഞു. അപ്പോൾ ആ കൂട്ടത്തിൽ ഇന്നലെ ഇല്ലാത്ത മൈക്ക് പിടിച്ചിട്ടുള്ളവരോട് പറയുകയാണ്, ഇവിടെ നിന്ന് പാടും, ആ സ്പീഡിൽ ആ രൂപത്തിൽ നിങ്ങൾ മൈക്ക് ഇച്ചിരി മാറ്റിപ്പിടിച്ച്, മൈക്ക് കൊണ്ട് സെൽഫി വേണ്ട, മൈക്ക് വായിക്കകത്ത് വെക്കേണ്ട, മൈക്ക് മാറ്റിപ്പിടിച്ച് വൃത്തിയായിട്ട് ചൊല്ലണം. അതങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ ലൈവ് ഉണ്ട്, 3-4 ഒക്കെ ഉണ്ട്, ദീപാനിയോസും ദിവന്നാസിയോസും ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് വഴക്ക് പറയുന്നതിന് ഒരു മടിയില്ല എന്ന് ഞാൻ ആദ്യമേ പറയുന്നു. വൃത്തിക്ക് പോയാൽ വളരെ നല്ലതാണ്. അത് കഴിഞ്ഞുള്ള സ്ഥാനമാണ് യൗപ്പുദിയോക്കന്, സബ് ഡിയാക്കണി. ഞാൻ ഇന്നലെ അതിനെക്കുറിച്ച് വിശദമായി പറയുകയുണ്ടായി. അവർക്ക് മുതലാണ് മദ്ബഹായിലേക്ക് കയറുവാനുള്ള റൈറ്റുള്ളത്. ഇപ്പോൾ നമുക്ക് ആളുകൾ ഇല്ലാത്തത് കൊണ്ട് നമ്മളെല്ലാവരെയും
കൈവപ്പ് കൊടുത്ത് കയറ്റും. യൗപ്പുദ്യോക്കനോ മുതലാണ് എന്നാൽ ഒഫീഷ്യലി മദ്ബഹായിലെ ശുശ്രൂഷ. അതെന്താണ്? കുർബാന ചൊല്ലിയല്ല, ധൂപമെടുക്കുകയല്ല, മറിച്ച് മെഴുതിരി കത്തിക്കുക, മദ്ബഹ വൃത്തിയാക്കുക, ക്രോണോസിലേക്ക് അടുക്കാതെയുള്ള ശുശ്രൂഷകളാണ് യൗപ്പുദ്യോക്കനോയുടെ ശുശ്രൂഷകൾ. ഒപ്പം തന്നെ അവർ വാതിൽ കാവൽക്കാർ എന്നും ചില പിതാക്കന്മാർ പറയുന്നുണ്ട്. കാരണം അവരാണ് വിജിലൻ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അവർക്ക് ഇടവകയിലെ എല്ലാവരെയും തിരിച്ചറിയുവാൻ അവർക്ക് ഉത്തരവാദിത്വമുണ്ടെന്നാണ്. അവിശ്വാസികളായിട്ടുള്ളവർ, പള്ളിക്കുറ്റം ചെയ്ത് ആരാധനയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുള്ളവർ, ഇങ്ങനെയുള്ളവരെയൊക്കെ പിടിച്ച് പുറത്താക്കാൻ ഉള്ള ചുമതല യൗപ്പുദ്യോക്കനന്മാരുടെയാണ് എന്ന് കാനോനുകളിൽ പ്രത്യേകമായിട്ട് പറയുന്നു. അത് കഴിഞ്ഞാണ് ഷമാശൻ, നമ്മൾ പൂർണ്ണ ഷമാശൻ എന്ന് പറയും. യൗപ്പുദ്യോക്കനോയും ഫുൾ ഡീക്കനും, സബ് ഡീക്കനും ഫുൾ ഡീക്കനും, അത് മലയാളത്തിൽ പറയുമ്പോൾ ഷമാശനും പിന്നെ പൂർണ്ണ ഷമാശനും എന്ന് പറയും. കോറൂയന്മാർ മുതൽ ശുശ്രൂഷക്കുപ്പായത്തിൻ്റെ മുകളിൽ ഊറാറ കിട്ടും. ഊറാറ എന്നാൽ തുവാല എന്നാണ്. ഈ തുവാല എന്തിനാണ്? റെഡി ടു സെർവ്, ശുശ്രൂഷിക്കുവാൻ അവൻ അരകെട്ടി പരികർമ്മിച്ചിടും. കർത്താവ് ഏറ്റവും വലിയ ശുശ്രൂഷകനായിട്ട് ഈ ലോകത്തേക്ക് വന്നു. ഞാൻ ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി മറുവിലയായി തീരുവാനുമാണ് വന്നത് എന്ന് കർത്താവ് പ്രത്യേകം പറയുന്നു. ഞങ്ങളുടെ എല്ലാം കുപ്പായത്തിൽ ഉള്ള ഇടക്കെട്ട് ആ ശുശ്രൂഷയെ കുറിക്കുന്നതാണ്. അത് ദേവാലയത്തിനകത്ത് ശുശ്രൂഷയ്ക്ക് പ്രത്യേകമായി നിയോഗിച്ചിരിക്കുന്നവർ എന്നുള്ള അർത്ഥത്തിലാണ് കോറൂയോ മുതൽ ഊറാറ അണിയുന്നത്. അതിൻ്റെ ഒരു ചുറ്റ് അഴിക്കുന്ന രീതിയിലാണ് യൗപ്പുദ്യോക്കനോ ഇടത് തോളിൽ അത് ഇട്ട് വലത് തോളിനെ കയ്യിന് അടിയിലൂടെ അത് ചുറ്റി ഇടുന്നതാണ് യൗപ്പുദ്യോക്കനോ. പൂർണ്ണ ഷമാശനാവുമ്പോൾ ഇടത് തോളിൽ അത് രണ്ട് ഭാഗങ്ങളിലേക്ക് തുല്യ നീളത്തിലായി എടുക്കും. വൈദികനാകുമ്പോൾ അത് എടുത്ത് രണ്ടു വശവും മുന്നിലേക്ക് ഇടും. അതാണ് വൈദികരൊക്കെ ഇട്ടിരിക്കുന്ന ഹൈമിനീഹോ. ആ വാക്കിൻ്റെ അർത്ഥവും വിശ്വാസം എന്നാണ്. ഹൈംനോ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണം, വിശ്വാസത്തിൻ്റെ കാവൽക്കാരൻ. അതുകൊണ്ടാണ് അതിനെ ഹൈമിനീഹോ എന്ന് വിളിക്കുന്നത്. സാന്ദർഭികമായിട്ട് ഓർപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പട്ടംകുടയുടെ ആദ്യ ഭാഗം അമാലോകിയ വായിക്കുക എന്നുള്ളതാണ്. അമാലോകിയ എന്ന പദത്തിൻ്റെ അർത്ഥം വചനം ഉപദേശിക്കുക, സമ്യക്കായ വചന ഉപദേശം. അത് ഓരോരുത്തരും അവരവർക്ക് വന്ന കാര്യങ്ങൾ പറയുക, കഥ പറയുക, അതല്ല പട്ടംകുടയിൽ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് അതിനെ പിതാക്കന്മാർ അനേകർ നടത്തിയിട്ടുള്ള, പൂർവ്വപിതാക്കന്മാർ നടത്തിയിട്ടുള്ള പട്ടംകുട പ്രസംഗങ്ങൾ ചേർത്ത് വെച്ച് അതിൻ്റെ ഒരു ക്ലാസിക്കൽ ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ഭാഗം നാം വായിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് പറയാനുള്ളത്, ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഇതൊരിക്കൽ വായിച്ചാൽ ഉടനെ ഈ സ്ഥാനാർത്ഥിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നല്ല അർത്ഥം. മറിച്ച് അവർ സെമിനാരിയിൽ പഠിച്ചിട്ടുള്ള, അതിനേക്കാളുപരി വീട്ടിൽ നിന്ന് അഭ്യസിച്ച് ആരംഭിച്ചിട്ടുള്ള സത്യവിശ്വാസം, വിശുദ്ധ തൃത്വത്തിലുള്ള വിശ്വാസം, സത്യ ആരാധന, സഭയുടെ വിശുദ്ധ പാരമ്പര്യങ്ങൾ, ഇതെല്ലാം ഇവർ സൂക്ഷിക്കണം. അതിൻ്റെ കസ്റ്റോഡിയൻസാണ് വൈദികർ. അവരെ അത് പഠിപ്പിച്ചതാരാ?
ഇരിക്കുന്ന വൈദികരോടൊക്കെ ചോദിച്ചാൽ നമ്മളെ ആരാധന പഠിപ്പിച്ചത് ആരാണ്? സെമിനാരിയൊന്നുമല്ല പഠിപ്പിച്ചു തുടങ്ങിയത്, നമ്മുടെ മാതാപിതാക്കളാണ്. പരിശുദ്ധ പൗലോസ് തുതിയൻ ബാവ തിരുമനസ്സുകൊണ്ട് എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി. അതിനെ സെക്കുലറെന്നോ തിയോളജിക്കൽ എന്നോ ഒന്നും തിരിക്കേണ്ടതില്ല. ദ ഹോളിസ്റ്റിക് യൂണിവേഴ്സിറ്റി ഓഫ് എ പേഴ്സൺ ഇസ് നൺ അതർ ദാൻ ഹിസ് ഫാമിലി. അപ്പൻ, അമ്മ, സഹോദരങ്ങൾ, അവരൊക്കെയാണ് അവിടുത്തെ ഫാക്കൽറ്റി മെമ്പേഴ്സ്. അമ്മയാണ് സത്യവിശ്വാസത്തിൽ ആരംഭമിട്ട് കൊടുക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ അഹങ്കാരത്തോടെയല്ല, അഭിമാനത്തോടെ ഓർക്കുകയാണ്, വിശുദ്ധ കുർബാന ഉൾപ്പെടെ കാണാതെ പഠിക്കേണ്ട ഒരു ഭാഗവും എനിക്ക് ഇമ്പോസിഷൻ എഴുതി കാണാതെ പഠിക്കേണ്ടി വന്നിട്ടില്ല. നല്ല കുടുംബങ്ങളിൽ ജനിച്ച വൈദികർക്ക് ആർക്കും അങ്ങനെ വേണ്ടി വന്നിട്ടില്ല. ഉണ്ടോ? നമ്മുടെ ഉദരത്തിലിരിക്കുമ്പോൾ തന്നെ ഈ യൂണിവേഴ്സിറ്റിയിൽ കൗമാ പ്രാർത്ഥന ചൊല്ലുന്നത് നാം കേൾക്കും, അല്ലേ? ആ കോഡ് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് എല്ലാം, അത് ഭൗതികമായ ആഹാരം മാത്രമല്ല, ആത്മീയതയും ഈ നേവൽ കോഡിലൂടെ നൽകപ്പെടുകയാണ്. അത് കഴിഞ്ഞാൽ മാമോദീസ മുങ്ങി അവൻ സത്യവിശ്വാസത്തിലാണ് വളരുന്നത്. ഈ ഇടയ്ക്ക് വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സമിതിയിൽ ഒരു ഡിസ്കഷൻ വന്നു. മാമോദീസയ്ക്കും വിവാഹത്തിനുമൊക്കെ വിശ്വാസപ്രമാണം ഒന്ന് ഒഴിവാക്കിയാൽ നമുക്ക് 2 മിനിറ്റ് ലാഭിക്കരുത്. വിശ്വാസപ്രമാണം നമ്മൾ എന്നും ചൊല്ലുന്നതല്ലേ. അപ്പോൾ പിന്നെ മാമോദീസയ്ക്കും കല്യാണഘട്ടനും ഒക്കെ ദീർഘമുള്ള ശുശ്രൂഷകൾക്ക് വിശ്വാസപ്രമാണം ഒഴിവാക്കിയാൽ എന്താ കുഴപ്പം? അപ്പോൾ അതിനെക്കുറിച്ച് പിന്നെ ഒരു ഗുണമുണ്ടായി. അതിനെക്കുറിച്ച് നല്ലൊരു ചർച്ച നടത്താനും അതെന്താണ് വിശ്വാസമാണെന്നും പറയാനൊക്കെ അവസരമുണ്ടായി. ഈ വിശ്വാസത്തിലാണ് നാം ജനിക്കുന്നത്, ഈ വിശ്വാസത്തിലാണ് നാം വളരുന്നത്. 1 മിനിറ്റ് സമയം പോവുകയാണെങ്കിൽ ഞാൻ പറയുകയാണ്, നമ്മുടെ ഗർഭഗൃഹങ്ങളിൽ കുഞ്ഞിൻ്റെ ശബ്ദം ആദ്യം ഉയരുമ്പോൾ പ്രായമുള്ളവർക്കറിയാം, കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലാൻ ആരംഭിക്കും. അപ്പോൾ വിശ്വാസ പ്രമാണം കേട്ടുകൊണ്ടാണ് ഈ കുഞ്ഞ് ഈ ലോകത്തിലേക്ക് കടന്നു വരേണ്ടത്. ഞാൻ ജനിച്ചപ്പം എന്നെ വിശ്വാസ പ്രമാണം കേൾപ്പിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ അപ്പൻ്റെ അമ്മയുടെ അമ്മ, അപ്പൻ്റെ അമ്മ കടന്നുപോയി, അമ്മയുടെ അമ്മയും അപ്പൻ്റെ സഹോദരിമാരും ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് ലേബർ റൂം വീട് തന്നെയാണ്, അല്ലാതെ അതിനു വേണ്ടി ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ ആരെയും കയറ്റത്തില്ല. അന്നേരം അവിടെ വിശ്വാസപ്രമാണം ചൊല്ലാനും ആരുമില്ല. അങ്ങനത്തെ ഒരു ദുരവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനൊന്നും എതിരെ പറയാൻ പാടില്ല. എല്ലാ ആശുപത്രിയിലൊക്കെ പോയിട്ടൊക്കെ തന്നെ കാര്യങ്ങൾ ചെയ്തു. ഇതുപോലെ തന്നെയാണ് മരണസമയത്തും. ഞാൻ ഇന്നേ വരെ ജീവിതത്തിൽ ഒരു മരണം കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായത് എൻ്റെ പിതാവിൻ്റെ മരണമാണ്. ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഞാൻ കോട്ടയം സെമിനാരിൽ പഠിപ്പിക്കുന്ന കാലം 95-ലാണ്. തലേ രാത്രി മരിക്കുമെന്ന് വിചാരിച്ചു. ഞാൻ ഓടിപ്പിടിച്ച് ചെന്നു. രാവിലെയാണ് ഞാൻ എത്തുന്നത്. മരിച്ചിട്ടില്ല. പകൽ കുറച്ചുകൂടെ ആശ്വാസം ലഭിച്ചു. വൈകിട്ട് മുറിയിൽ, ഹോസ്പിറ്റൽ മുറിയിൽ സന്ധ്യാനമസ്കാരം നടത്തി കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ഇനി അച്ഛൻ അരമനെ പോയി കിടന്നോട്ട്. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, വേണ്ട, അച്ഛൻ ഇവിടെ നിൽക്കണം. അമ്മ വീണ്ടും ഒന്ന് ചോദിച്ചു, ആ കുട്ടി പകൽ മുഴുവൻ യാത്ര ചെയ്തതല്ലേ, ഇന്നലെ ഉറങ്ങിയിട്ടില്ല, രാവിലെ ഇങ്ങ് വന്നോളും. ഞങ്ങളുടെ ചില പ്രയോഗമാണ് ഈ കുട്ടിയൊക്കെ, പൗലോസ് ദീപാവ് കുട്ടി എന്ന് പറഞ്ഞു, അങ്ങനെ കേട്ടിട്ടുണ്ടാവും.
അപ്പോൾ അപ്പൻ എൻ്റെ കയ്യെ പിടിച്ചിട്ട് മുഖത്തേക്കൊന്ന് നോക്കി, നിനക്ക് പോകണോ എന്നുള്ള അർത്ഥത്തിൽ. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയ്ക്ക് എന്താ ഇത്ര മനപ്രയാസം? ഞാൻ ഇന്ന് അപ്പൻ്റെ കൂടെ ഇവിടെ കിടക്കുക. ഇന്ന് രാത്രി ഏതാണ്ട് 2 മണിയായപ്പോൾ വീണ്ടും ഒരു പ്രയാസമുണ്ടായി. അപ്പൻ കടന്നു പോവുകയാണ്. ഞാനും അമ്മയാണ് ഇരിക്കുന്നത്. ബാക്കി അനിയനും പെങ്ങളും ഒക്കെ ഉണ്ട്. അവരെല്ലാം അടുത്ത മുറിയിലുണ്ട്. അപ്പോൾ അമ്മ, മോനെ കണ്ണ് അടച്ചോ, എന്നിട്ട് ഡോക്ടറോട് പറ. ഇത് പറഞ്ഞു കഴിഞ്ഞ് അതേ ശ്വാസത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലാൻ തുടങ്ങി. ഒരു പട്ടക്കാരൻ അവിടെ നിൽപ്പുണ്ട്. എന്നാൽ നീ ഇത് എന്താണ് ദിവ്യജ്ഞാനം ഒട്ടഹസിക്കുന്നതെന്നൊന്നും അമ്മ പറഞ്ഞില്ല. അമ്മ വിശ്വാസ പ്രമാണം ചൊല്ലാൻ തുടങ്ങി. ഡോക്ടർ വന്നപ്പോൾ പൾസ് പോയി എന്നും യാത്രയായെന്നും വളരെ സാന്ദർഭികമായിട്ടിത് പറഞ്ഞതാണ്. ജനിക്കുന്നതും മരിക്കുന്നതും സത്യവിശ്വാസത്തിൽ ആയിരിക്കണം. അപ്പോൾ ആ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് അതിൻ്റെ കസ്റ്റോഡിയനാണ് വൈദിക വൃന്ദത്തിലുള്ള എല്ലാവരും. അതുകൊണ്ട് തന്നെ ആരാധനയെ കളിയാക്കുവാനോ താഴ്ത്തിപ്പറയുവാനോ ഒന്നും യഥാർത്ഥത്തിൽ നമുക്ക് റൈറ്റില്ല. നമ്മളിപ്പോൾ എല്ലാം, ഞാനും ഇത് ചെയ്യാറുള്ളതാണ്. കർത്താവിനെ കളിയാക്കും, വിശ്വാസത്തിൽ തമാശയല്ലേ, അപ്പോൾ നമ്മുടെ കർത്താവിന് തമാശയൊക്കെ മനസ്സിലാകും എന്ന് വിചാരിച്ച് നമ്മൾ തമാശ പറയും. പക്ഷേ വിശ്വാസ ജീവിതത്തിൽ വിശുദ്ധ തൃത്വത്തെക്കുറിച്ചോ സഭയുടെ ആരാധനയെക്കുറിച്ചോ സഭയുടെ പിതാക്കന്മാരെക്കുറിച്ചോ അല്ലേ, തോമസ് ലീഗായെക്കുറിച്ചോ ഗീവറീസാദയെക്കുറിച്ചോ ഒക്കെ തമാശ പറയണ്ട. നമ്മൾ പറയും കുതിരപ്പുറത്ത് വരൂട്ടോ എന്നൊക്കെ പറയും. അതിനൊന്നും കുഴപ്പമില്ല. പോസിറ്റീവായിട്ട് പറയുന്നതിനൊന്നും കുഴപ്പമില്ല. ഇസ്ലാമിക മതത്തിലെ സുഹൃത്തുക്കൾ, എൻ്റെ നേരനുഭവമാണ് പറയുന്നത്. ഞങ്ങളൊരിക്കൽ എന്നാണ് ഞാനിത് നോട്ട് ചെയ്തത്. ഞങ്ങൾ ഇങ്ങനെ നമ്മുടെ പല കാര്യങ്ങളെയും കുറിച്ച് രൂപക്കുറ്റി, പുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വയം വിമർശിച്ച് തമാശ പറഞ്ഞിട്ട് അപ്പോൾ കൂടെ ഇസ്ലാം മതത്തിലുള്ളവരുണ്ട്. അവരെ പറഞ്ഞു, ഞാൻ അച്ഛനായിരിക്കുമ്പോഴാണ്, അച്ഛാ വിശ്വാസത്തെക്കുറിച്ചും മതത്തെക്കുറിച്ചും തമാശ പറയരുത്, അതിന് കോംപ്രമൈസ് ഇല്ല. അന്ന് മുതൽ ഞാനത് ഒരു പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു. അവരെ വിശ്വാസ കാര്യങ്ങളെക്കുറിച്ച് തമാശ പറയില്ല. കാരണം തമാശ പറയാനുള്ള ഏരിയ അല്ല അത്. ഇത്രയും കാര്യങ്ങൾ ഓർപ്പിക്കുകയാണ് പറഞ്ഞത്. പുസ്തകം കൊണ്ടുപോകാൻ പറഞ്ഞത്, സെമിനാരിയിൽ നിന്ന് പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒരാവർത്തി കൂടെ ഓർമ്മിപ്പിക്കുകയാണ് അമാലോകിയായിൽ ചെയ്യുന്നത്. അതിൻ്റെ ഒടുവിൽ ഈ വിശ്വാസങ്ങൾ ഞാൻ ഏറ്റുപറയുന്നു എന്ന് ആദ്യം പറഞ്ഞ് അതിൻ്റെ നിജത്വത്തിന് വേണ്ടി പട്ടംകുട പുസ്തകത്തിൽ ഒപ്പ് കുരിശാകൃതിയിൽ രേഖപ്പെടുത്തിയതിന് ശേഷം ശിരസിൽ നിന്ന് പട്ടം വെട്ടുന്നു. കുരിശാകൃതിയിൽ ആദ്യം പടിഞ്ഞാറ് നിന്നും പിന്നെ കിഴക്ക് നിന്നും പിന്നെ തെക്ക് നിന്നും വടക്ക് നിന്നുമായിട്ട് കുരിശാകൃതിയിൽ മുടി മുറിച്ച് അതൊരു കവറിൽ നിക്ഷേപിക്കുന്നു. ഇനി പറയാൻ പോകുന്നത് തമാശയല്ല, സീരിയസ് ആയിട്ടുള്ളൊരു തമാശയാണ്. പട്ടം കൂടെ നടത്തിയാൽ ബാക്കി എന്തിനൊക്കെ വിളിച്ചാലും ഒരു മെത്രാച്ചൻ വന്നാൽ ഒരു കൈമുത്ത്, ഒരു കവറ് കൊടുക്കും. പട്ടം കൂടെ നടത്തിയാൽ ഒരു കവറ് കിട്ടും. ആ കവർ എന്താണ്? സ്ഥാനാർത്ഥിയുടെ ശിരസിൽ നിന്ന് മുറിച്ചെടുക്കുന്ന മുടി അതൊരു കവറിലിട്ടിട്ട്, അതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന കവറ്. വേറൊരു കവറും ഒന്നും കിട്ടില്ല, കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുത്താൽ പണത്തിന് പട്ടം കിട്ടുമോ എന്ന് ചോദിച്ച ഒരു ശീമോനെ നമ്മൾ ഓർക്കുന്നുണ്ടാവും അപ്പോസ്തല പ്രവർത്തനങ്ങൾ. അത് ശീമോന് പാപമാകും. ഈ ബന്ധം എന്ന് വരെയാണ്. ഈ കവർ ഞങ്ങളെന്താ ചെയ്യുന്നത്? പുറത്തു പോകുമ്പോൾ എവിടെയെങ്കിലും കളയാണോ? ഇയാണ്ട് കുറച്ച് മുടി ഒരു കവറിലിരിക്കുന്ന കിടക്കട്ടെ പുറത്തേക്ക് ആണോ?
ഒരു മെത്രാപ്പോലീത്തായുടെ സമ്പാദ്യം ഈ കവറുകളാണ്. അത് പട്ടംകൊടയിലെ കവറുകൾ ഒരു പെട്ടിയിൽ പ്രത്യേകമായിട്ട് അദ്ദേഹത്തിൻ്റെ ബെസ്കാസായി, ഞങ്ങളുടെ ട്രഷറി അതാണ്. ഞങ്ങളുടെ ട്രഷറിയിൽ പണം ഇങ്ങനെ കെട്ടുകണക്കിന് വെക്കാനോ കുറേ സ്വർണം കൊണ്ട് നിക്ഷേപിക്കാനോ ഒന്നും റൈറ്റില്ല. മെത്രാപ്പോലീത്തായുടെ ട്രഷറി എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകേണ്ടത് ഈ മുറിച്ച മുടി കവറിലാക്കിയിട്ടുള്ളതൊക്കെ സൂക്ഷിച്ചവിടെ വയ്ക്കും. എന്താണത് കാണിക്കുന്നത്? കഴിവതും അത് അരമന മുറിയിലെ, നമ്മുടെ കിടപ്പ് മുറിയിലെ ചെറിയ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു സ്ഥലമുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലാണ് അത് വയ്ക്കുന്നത്. ആ പട്ടം കൊടുക്കുന്ന എല്ലാവരെയും എന്നും ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ആ മേൽപ്പട്ടക്കാരനെ ചുമതലയുണ്ട്. അതുപോലെ തന്നെയാണ് പട്ടക്കാർ. ഇത്രയും പട്ടക്കാരിവിടെ ഉള്ളത് ഇരിക്കുന്നതുകൊണ്ട് കൂടിയാണ് ഞാൻ പറയുന്നത്. കുർബാന ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് പട്ടം തന്ന പിതാക്കന്മാരെ ഓർക്കാതെ കുർബാന ചൊല്ലാനൊക്കെ പോകും. അവരെല്ലാം ഓർത്താണ് കുർബാന ചൊല്ലുന്നത്. ഈ ബന്ധം എവിടം വരെയാണ്? നിത്യതയിലാണ്. പട്ടംകൊട പുസ്തകത്തിൽ അവരുടെ പേരുകൾ എഴുതുന്നതും ആ അർത്ഥത്തിലാണ്. പരിമല തിരുമേനിയും ഗീവറീസ് തിരുമ്പാവായും ഈ പിതാക്കന്മാരൊക്കെ എത്ര പേർക്ക് എന്ന് എവിടെ വെച്ച് പട്ടം കൊടുത്തു എന്നുള്ളതിന് കൃത്യമായ രേഖ അവരുടെ പട്ടംകൊട പുസ്തകത്തിലുണ്ട്. അതാണ് ഇവിടെയും എഴുതി ഒപ്പിട്ട് വയ്ക്കുന്നത്. ഇനി ഈ മുടി എന്താ അവസാനം ചെയ്യുക? മെത്രാപ്പോലീത്ത കാലം ചെയ്ത് പ്രാർത്ഥനയൊക്കെ പൂർത്തീകരിച്ച് 8 ക്രമമുണ്ട്. അത് പലതവണ ചൊല്ലും. വരുന്നവർ ക്രമം ചൊല്ലും. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണ്ടേ എന്നുള്ള അർത്ഥം കൂടെ വേണമെങ്കിൽ ഇതിനെടുക്കാം. വിശ്വാസികൾക്കാണെങ്കിൽ മാക്സിമം 4 ക്രമമേ ഉള്ളൂ. വൈദികർക്ക് 8 ഉണ്ട്. ത്രാച്ചന്മാർക്ക് അത് കുറച്ചുകൂടെ ഗൗരവമായിട്ട് ചെയ്യും. അതൊക്കെ കഴിഞ്ഞ് കിഴക്കോട്ട് നോക്കിയ ഒരു ഇരിപ്പുണ്ട്. ഇതൊരു സുഖമുള്ള ഇരിപ്പാണ്. പിന്നെ മരുന്ന് വേണ്ട, ഇൻസുലിൻ വേണ്ട, മന്ത്രം വേണ്ട. അവിടെ ഇരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ നിൻ്റെ ആത്മാവിനെ. ശരീരം അവിടെ കസാരയിൽ ഇങ്ങനെ സുഖമായിട്ടിരിക്കും. അപ്പോൾ എന്തെങ്കിലും സ്വർണത്തിൻ്റെ നല്ല വാച്ചോ മാലയോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഊരി മാറ്റും. മരത്തിൻ്റെ ഒരു കുരിശുമാല ഇടിച്ചു കൊടുക്കും അല്ലേ? ശിരസിൽ ശോശപ്പായിട്ട് തൈലമൊഴിക്കും, മണ്ണിടും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ഈ പെട്ടി എടുത്തുകൊണ്ട് വരും. ഇതൊന്നും ആരും സാധാരണ പറഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാനിതൊക്കെ ഒന്ന് പറയുന്നത്. ഈ പെട്ടി എടുത്തുകൊണ്ട് വരും. എന്ത് ചെയ്യും? പെട്ടിയിലെ ഈ മുറിച്ച മുടിക്കവറുകളെല്ലാം, അത് 100ഉം 1000ഉം ഒക്കെ കാണാം. എത്ര കാലം മെത്രാപ്പൊലീത്തയായിരുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അതെല്ലാം കാൽക്കൽ ഇടും. കാരണം പിന്നെ അതൊന്നും സൂക്ഷിക്കത്തില്ല. പെട്ടി ഒഴിവാക്കിയിട്ട് അടുത്ത് വരുന്ന ആൾക്ക് പിൻഗാമിക്ക് കൊടുക്കണം. അതെല്ലാം അവിടെ കാൽക്കീഴലിടും. അങ്ങനെയാണ് ആ പിതാവ് യാത്ര പറയുന്നത്. ചുരുക്കത്തിൽ ആ ബന്ധം ഇന്നു മുതൽ എന്നും നിലനിൽക്കുകയാണ്. ഞാൻ ഈ പ്രദേശത്തൊക്കെ വന്നപ്പോൾ ഞാൻ സ്വപ്നത്തിൽ പോലും എനിക്ക് ഇവിടുത്തെ ഇടവകൾ അറിയില്ല, ഇവിടുന്ന് കൂടെ പഠിച്ച അച്ഛന്മാരെ അറിയാം, പഠിപ്പിച്ച അച്ഛന്മാരെ അറിയാം. അല്ലാതെ തിരുവനന്തപുരം ഭദ്രനാസനായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. എങ്ങനെ ഈ കുട്ടി എൻ്റെ മുന്നിൽ എത്തിപ്പെട്ടു എന്ന് ചോദിച്ചാൽ അതൊരു നിമിത്തം എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ നിമിത്തം മനസ്സിൽ ധ്യാനിച്ച്, പിതാക്കന്മാരെ ധ്യാനിച്ച്, പരിശുദ്ധ ബാവാതിരുമേനിക്ക് വേണ്ടിയാണ് ഞാൻ ഈ ശുശ്രൂഷ നടത്തുന്നത്. തിരുമേനിയോട് പറഞ്ഞു, അദ്ദേഹത്തെ സെമിനാറിലേക്ക് വിട്ട അഭിനന്ദനായ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനിയോട് പറഞ്ഞു, ഞാൻ അയാളോടും പറഞ്ഞു, ആദ്യം ബാവ അല്ലെങ്കിൽ ഗ്രിഗോറിയോസ് തിരുമേനി, ഇനി അല്ല വേറെ ആരെങ്കിലും അദ്ദേഹത്തിന് ആത്മബന്ധമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് നടത്തിക്കോ, കഴിവതും എന്നെ ഒഴിവാക്കിക്കോ. അത് ബന്ധമില്ലാഞ്ഞിട്ടല്ല, ഞാൻ ഇച്ചിരി പ്രത്യേകിച്ച് സെമിനാരി പിള്ളേരോട് ഞാൻ അല്പം ഗൗരവത്തിൽ സംസാരിക്കുകയുള്ളൂ. അത് ബോധപൂർവം ചെയ്യുന്നത്, ആ ഒരു ഡിസിപ്ലിനിൽ അവർ നിൽക്കട്ടെ ചെയ്യുന്നു.
ഞാൻ പറഞ്ഞു, മോനെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നടത്തിക്കോ. പറഞ്ഞല്ല, തിരുമേനിയാണ് നടത്തേണ്ടത്. എന്നാൽ ശരി, എനിക്ക് പറ്റുന്നൊരു ഡേറ്റിൽ നടത്താം. അങ്ങനെയാണ് ഇന്ന് ഈ ശുശ്രൂഷ ക്രമീകരിച്ചത്. എല്ലാവരും പ്രാർത്ഥനാപൂർവം ഈ ഉപദേശം കേൾക്കുകയും തുടർന്നുള്ള ശുശ്രൂഷകളിൽ പങ്കെടുക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.